ഹയർ സെക്കൻഡറി അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാന ഘട്ടത്തിലാണ് 2025 ഇപ്പോൾ നമ്മളുള്ളത്. അഡ്മിഷൻ ലഭിച്ചവർ അവർക്ക് ഇഷ്ടപ്പെട്ട സ്കൂളോ കോമ്പിനേഷനോ അല്ലാത്തതിന്റെ പേരിൽ ട്രാൻസ്ഫർ ഉദ്ദേശിക്കുന്നവരുണ്ടാവും. ഇതുവരെയായിട്ടും അഡ്മിഷൻ ലഭിക്കാത്തവരുണ്ടാവും. അവർക്കെല്ലാം സപ്ലിമെന്ററി അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ബേസിക്കലി നിങ്ങൾ നോക്കൂ, ഇപ്പോൾ അഡ്മിഷൻ ലഭിച്ചവർ അവരുടെ HSCAP വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ സ്കൂൾ അതുപോലെ കോമ്പിനേഷൻ ഏതിലാണോ നിങ്ങളുള്ളത് എന്ന് നമുക്ക് നോക്കി കണ്ടെത്താൻ വേണ്ടി പറ്റും. അതിൻ്റെതായ വെബ്സൈറ്റിനകത്തേക്ക് പോയിട്ട് ഏത് ജില്ലയാണെന്ന് ആദ്യം സെലക്ട് ചെയ്യുന്നു. കൂടാതെ നമ്മുടെ സ്കൂൾ കോഡ് 10168 ഞാൻ അത് സെലക്ട് ചെയ്യുന്നു. ആ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണോ നിങ്ങളുടെ കോമ്പിനേഷൻ, നിങ്ങളിപ്പോൾ ഹ്യൂമാനിറ്റീസിലാണെങ്കിൽ ഹ്യൂമാനിറ്റീസ് സെലക്ട് ചെയ്യുന്നു. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ കാണാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിലായിരിക്കും, ചിലപ്പോൾ മാനേജ്മെന്റ് കോട്ടയിലായിരിക്കും, വട്ടവർ ഇറ്റ് മേ ബി, നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതാണ് നിങ്ങൾ ആ സ്കൂളിൽ തന്നെയാണെന്നുള്ള ഉറപ്പിക്കാനുള്ള ആദ്യത്തെ മാർഗം കേട്ടോ. പിന്നീട് നമുക്ക് അതാ സ്കൂൾ ഈ കോമ്പിനേഷൻ അല്ലെങ്കിൽ സ്കൂൾ മാറ്റം, ഇതിന് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ഗവൺമെന്റ് പറഞ്ഞ പ്രകാരം 28-ാം തീയതി എല്ലാ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ സപ്ലിമെന്ററിക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് പറയാം. 3 കാറ്റഗറിക്കാരാണ് സപ്ലിമെന്ററിക്ക് അപേക്ഷിക്കേണ്ടത് കേട്ടോ. ഒന്ന്, ഇതുവരെയായിട്ട് അപേക്ഷിക്കാൻ പറ്റിയില്ല, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അപേക്ഷ നിരസിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അപേക്ഷിക്കാം. രണ്ടാമത് അപേക്ഷിച്ചു, എല്ലാം റെഡിയാണ്, പക്ഷെ അവർക്ക് ഇതുവരെയായിട്ട് അഡ്മിഷൻ ലഭിച്ചിട്ടില്ല. 1, 2, 3 3 അലോട്ട്മെന്റിലും അലോട്ട്മെന്റ് വന്നിട്ടില്ല. മൂന്നാമത്തെ കാറ്റഗറി അലോട്ട്മെന്റ് ഒക്കെ വന്നു, സ്കൂളിൽ ചെന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ രേഖകൾ ശരിയല്ല. ഉദാഹരണത്തിന് ഇക്കണോമിക് വെയ്ക്കോർഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൊടുത്തു. അഡ്മിഷൻ ചെന്ന് നോക്കുമ്പോൾ അവരുടെ സർട്ടിഫിക്കറ്റ് ഇല്ല. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? പുതുതായിട്ട് വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്തേ പറ്റുള്ളൂ. ഇങ്ങനത്തെ 3 കാറ്റഗറിക്കാർക്കും അപേക്ഷിക്കാം. 1,00,000-ഓളം വരുന്ന ടോട്ടൽ സീറ്റുകൾ കേരളത്തിലുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പൊ 28-ാം തീയതിയാണ് ഓരോ സ്കൂളിലും എത്ര വേക്കൻസികളാണെന്ന് ലിസ്റ്റ് ചെയ്ത് തുടങ്ങാം. അന്ന് മുതൽ തന്നെ സപ്ലിമെന്ററിക്ക് നിങ്ങൾക്ക് അപേക്ഷിച്ച് തുടങ്ങാം. അതിനു മുമ്പായി ഇഷ്ടപ്പെട്ട സ്കൂള്, ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ, ഇതിലേക്ക് മാറാൻ അവസരം കൂടെ നമുക്ക് ലഭ്യമാകുന്നതാണ്. ഈ കാര്യങ്ങൾ കൂടെ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ വർഷത്തെ ഹയർ സെക്കൻഡറി നിങ്ങൾക്ക് പഠനം സാധ്യമാകും. VHSCയും സമാനമായ രൂപത്തിൽ തന്നെയാണ് അലോട്ട്മെന്റ് പ്രോസസ്സുകൾ നടക്കുന്നത്.